നമസ്കാരം. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന കോൺഗ്രസ് തന്ത്രം വീണ്ടും പയറ്റിയപ്പോൾ ഇത്തവണ ഇരയായത് ബിജ്ലി പി ഈശോ എന്ന് പറയുന്ന ഒരു പാവം സഖാവാണ്. അടിമുടി നാടകീയത നിറഞ്ഞ സൈബർ ആക്രമണത്തിൽ ആകെ കലങ്ങിപ്പോയല്ലോ മാങ്കൂട്ടമേ, വ്യാജനടി വീഡിയോകൾ ചീറ്റിപ്പോയല്ലോ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യം ദാ ചെരിപ്പിട്ടെത്തിയിരിക്കുന്നു. ഇനി യൂട്ടേൺ അടികളെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കോലഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിനെ കുറിച്ച് ഒരു വയോധിക മാധ്യമങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതായത് UDF സർക്കാരിനെ പറ്റിയും VD സതീശിനെ പറ്റിയും ഒപ്പം പിണറായി വിജയനെ പറ്റിയും ആ അമ്മ പറഞ്ഞു അല്ലേ. ആ അമ്മ പറഞ്ഞ വാക്കുകൾ ആരും മറക്കാൻ ഒരു സാധ്യതയുമില്ല. ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്, ഞങ്ങൾ കണ്ടോളാം, ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആയിരുന്നു ആ വിജയൻ എന്നാണ് ആ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഇത് ക്യാമറയിൽ പതിഞ്ഞ ഒരു അമ്മയുടെ മാത്രം വികാരമാണ്. ഇങ്ങനെ എത്രയോ അമ്മമാർ. അത് അവിടെ നിൽക്കട്ടെ. സംഭവം ചർച്ചയായി. പ്രളയക്കെടുതിയിൽ ജനം മുങ്ങിത്താഴുമ്പോൾ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഹെലികോപ്റ്ററിൽ അമ്മായിപ്പനെ കാണാൻ പോയതും യൂത്ത് ലീഗിന്റെ വീട്ടിൽ പോയി സൽക്കാരത്തിന് പങ്കെടുത്തതും സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് പോയതും ഒക്കെ രാവിലെ മുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ അമ്മയുടെ പ്രതികരണവും വന്നത്. അമ്മയാണെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടയാളും. അങ്ങനെ സംഭവം കൊഴുത്തു. റോം കത്തിയെരിയുമ്പോൾ നീറോ വീണ വീട്ടുന്നതിന് തുല്യമാണ് സതീശന്റെ വീണ വീട്ടിലെന്ന് കുഞ്ഞു കുട്ടികൾ വരെ പൂക്കി CM-നെ പറ്റി പറയാൻ തുടങ്ങി. മനോരമയും മാതൃഭൂമിയും പിടിവിട്ടപ്പോൾ പൂക്കിയെ എടുത്തൊട്ടിച്ചു. പോരാളിവാസവും തീവ്രത കൂടിയ അടിമകളും ഉള്ളിൽ അമർഷം അടക്കി പിടിച്ച് ന്യായീകരിച്ച് മെഴുകുന്നതിനിടയിലാണ് അമ്മയുടെ ഈ പ്രതികരണം വരുന്നത്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കേട്ടോ, ആ അമ്മയെ കൊണ്ട് യൂട്ടേൺ അടിപ്പിക്കുമെന്ന്. അധികം വൈകിയില്ല. ഏതോ കോൺഗ്രസ്സുകാരന്റെ മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ ആ അമ്മ യൂട്ടേൺ അടിയും നടത്തി. എന്റെ അടുത്ത് നിന്ന ബിജിലിമോൻ പറയാൻ പറഞ്ഞു അത്രയുള്ളൂ എന്നായിരുന്നു ഒരു താല്പര്യവുമില്ലാത്ത മുഖഭാവത്തോടെ ആ അമ്മയുടെ മറുപടി. പിന്നാലെ ആരാണ് ബിജ്ലി പി ഈശോ എന്നതിനെ പറ്റിയുള്ള ക്ലാസുമായി ടീം മാങ്കൂട്ടം സൈബർ ടീംസും രംഗത്തെത്തി. അതെ സുഹൃത്തുക്കളെ, ഒന്നും മിണ്ടാതെ ആ അമ്മയുടെ സൈഡിൽ നിന്ന ആളാണ് ബിജ്ലി. സഖാവാണ്. CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജനപ്രതിനിധിയുമാണ്. നിങ്ങൾക്കറിയൂ, പുള്ളിയാണ് ആ essay ആ അമ്മയെ പഠിപ്പിച്ചതത്രേ. എന്തൊരു ഓർമ്മശക്തിയാണല്ലേ അമ്മയ്ക്ക്. ആ വീഡിയോയിൽ എവിടെയും ബിജ്ലി മിണ്ടി നമ്മൾ ആരും കണ്ടില്ല അല്ലെ. ആ പ്രായത്തിലുള്ള ഒരു അമ്മ, ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്ന ഒരു അമ്മ, ഈ പറഞ്ഞു തന്നതൊക്കെ കാണാതെ പഠിച്ച ആ മൈക്കിന് മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിൽ ഒരു ലോജിക്ക് വേണ്ടടേ എന്ന് ചോദിച്ചു പോവുകയാണ്. ന്യായീകരിക്കാൻ ഇറങ്ങിയ മാങ്കൂട്ടം പോലും ക്യാമറ നോക്കി തപ്പിത്തളവി സംസാരിക്കുന്ന ഇടത്താണ് ആ അമ്മ ഈ ലോകത്തോട് ജനങ്ങൾ മുഴുവൻ പറയാൻ ആഗ്രഹിച്ച കാര്യം തുറന്നടിച്ചത്. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അത് ഭംഗിയായി ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ ജനം പ്രതികരിക്കും, സ്വാഭാവികമാണെന്നേ. മുങ്ങിച്ചാകാൻ പോകുമ്പോൾ എന്ത് രാഷ്ട്രീയം സാർ. ആ അമ്മയുടെ ഒരു പുതിയ വീഡിയോ ഒന്ന് മീഡിയ വണിൽ കണ്ടു കേട്ടോ. ആ അമ്മ പറഞ്ഞത് മോൾക്ക് പഞ്ചായത്ത് ജോലിയാ, ഇത് പറഞ്ഞെന്നറിഞ്ഞ അവൾ എന്നെ കൊല്ലും എന്നാണ്. 2018 എന്തായിരുന്നു മോനെ, ഓണം അല്ലായിരുന്നോ ഓണം, ഇഷ്ടം പോലെ സാധനങ്ങൾ എന്നായിരുന്നു പറഞ്ഞത്. അപ്പോ ഈ ബിജിലി മോൻ പഠിപ്പിച്ചിട്ട് അങ്ങനെ പറയിപ്പിച്ചതല്ല എന്ന് ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന് രാവിലെ വന്ന വീഡിയോ ആണെന്ന്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിലെ വയോധികയുടെ വിമർശനം താൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന കോൺഗ്രസ് ആരോപണത്തെ ശക്തമായി തള്ളിക്കൊണ്ട് തന്നെ CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും മുൻ ജനപ്രതിനിധിയുമായിട്ടുള്ള ബിജ്ലി പി ഈശോ എന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ലെന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കി. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഒന്ന് കാണാം. എന്റെ പേര് ബിജ്ലി പി ഈശോ, കോഴഞ്ചേരി CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. 3 ടേമായിട്ട് ഏതാണ്ട് ഒരു 15 കൊല്ലമായിട്ട് ജനപ്രതിനിധിയാണ്. ഒരു നാടിൻ്റെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ന് എനിക്കെതിരെ ഒരു നവമാധ്യമങ്ങളിൽ കൂടി ഒരു പോസ്റ്റ് വന്നു. അതൊരു അടിസ്ഥാനരഹിതമാണ്. അപ്പം നമുക്കറിയാം, വലതുപക്ഷ രാഷ്ട്രീയം നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിൽ നടത്തിയ ഈ നവമാധ്യമങ്ങളിൽ കൂടെ നടത്തിയ ഫൈറ്റുകൾ നമുക്കറിയാം. ഇന്നിപ്പോൾ അതെല്ലാം നേരെ തിരിച്ചാണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം, എന്നെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങളുടെ കോഴഞ്ചേരി പഞ്ചായത്തിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവിടെ സജീവമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്നൊരു വാർത്ത ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതൊരു അടിസ്ഥാനരഹിതമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മയുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ ചെയ്ത് അന്ന് ഏഷ്യാനെറ്റ് അടക്കം വന്നപ്പോൾ നമ്മൾ അവിടെ നിന്നപ്പോൾ നമ്മളതിനകത്ത് വന്ന് നമ്മൾ മറുപടി എടുത്തു. നിലവിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ആദ്യം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാക്കിയത്. അത് കഴിഞ്ഞാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് പോലും. അതിൻ്റെ അകത്താണ് ആ അമ്മ കയറി പറഞ്ഞത്. പിന്നെ അമ്മയുടെ മോള് നമുക്കറിയാം കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു ജീവനക്കാരിയാണ്, സാക്ഷരതാ പ്രേരക്കാണ്. പുള്ളിക്കാരി ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക കൂടെയാണ്. എന്നെ സംബന്ധിച്ച് ആരോട് അന്വേഷിച്ചാലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പറയേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ അമ്മയോടാണെങ്കിലും പോലും സത്യസന്ധമായിട്ട് ചോദിച്ചാൽ അമ്മ പറയും.
അമ്മയുടെ മോളടക്കം അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റ് അടക്കം മോശമായ രീതി ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ പറഞ്ഞെന്ന് പറയുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഈ 15 കൊല്ലമായിട്ട് ഈ നാട്ടിൽ ഒരു പൊതുരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തി. എനിക്കതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറയേണ്ട കാര്യങ്ങളുമില്ല. എന്നെ സംബന്ധിച്ച് ആര് ഈ രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസ് ഭരിച്ചാലും കൊള്ളാം, നാടിൻ്റെ വികസനം എന്നൊരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ്. അങ്ങോട്ട് നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും തീവ്രത ഒരു രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കാറില്ല. തെറ്റ് എന്ത് കണ്ടാലും നമ്മൾ ചൂണ്ടിക്കാട്ടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ വാർത്ത, ഈ വലതു മാധ്യമങ്ങൾ എനിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഈ ഒരു വിഷയം പ്രത്യേകിച്ച് അടിസ്ഥാനരഹിതമാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ പറയാം, ഏഷ്യാനെറ്റിന് അവരുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം കേട്ടാണ് അങ്ങനെ ഞാനവിടെ ഒരുപാട് സംസാരിക്കുന്നത്. എന്നെ ആകെയുള്ള തെറ്റെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നെന്നുള്ളതാണ് ഇപ്പം ചാനലുകൾ. ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു വിങ് വർക്ക് ചെയ്ത് അവർ നവമാധ്യമം, ഇപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം അടക്കം ഇത് വലിയൊരു റീച്ചാക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമുണ്ട്. ഇപ്പോൾ എല്ലാ ചാനലും ഒക്കെ ചർച്ച വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതൊരു അടിസ്ഥാനരഹിതമാണ്. പണ്ട് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവ് ഓട്ടോക്കൂലി മേടിച്ചെന്ന് പറഞ്ഞ് തകർത്ത് പോലെ ഇരിക്കും. അതുപോലെ ഇതൊരു അടിസ്ഥാനരഹിതമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല, എൻ്റെ ആവശ്യം എനിക്കില്ല. എന്നെ സംബന്ധിച്ച് വേറെ ആളെ കൊണ്ട് പറയാൻ ഒരു പ്രായമുള്ള എൻ്റെ അമ്മയെക്കാട്ടും പ്രായമുള്ള ഒരാളെ കൊണ്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങളില്ല. ഞാനങ്ങനെ ചെയ്യുന്ന ആളുമല്ല. എന്നെ അടുത്തറിയാവുന്ന ആര് കണ്ടാലും എന്നെക്കുറിച്ച് അറിയാം. എന്നെ സംബന്ധിച്ച് ഞാനൊരു CPM-ന്റെ സജീവ പ്രവർത്തനം, പാർട്ടിയുടെ ചുമതല ഉത്തരവാദിത്തപ്പെട്ട സഖാവാണ്. എന്നാൽ പോലും ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല. ഇത് അടിസ്ഥാനരഹിതമാണ്. നിയമ നടപടി അടക്കം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബിജ്ലി പി ഈശോ. VD സതീശനെതിരെ ജനങ്ങൾ കളത്തിലിറങ്ങിയതോടെ പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബിജ്ലിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയതെന്നാണ് കേരള ന്യൂസ് 60 എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. ക്യാമ്പിൽ വെള്ളം, വൈദ്യുതി, മരുന്ന് എന്നിവ ലഭ്യമാക്കാത്തതിനെ തുടർന്ന് ജനങ്ങൾ പ്രയാസത്തിലായിരുന്നുവെന്ന് ബിജ്ലി ഇന്ന് പല മാധ്യമങ്ങളോടും പറയുന്ന കാഴ്ച കണ്ടു. കറണ്ട് ഇല്ലാത്തതിനാൽ മോട്ടോർ അടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും വെള്ളം മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്നും 10:30 കഴിഞ്ഞിട്ടും ആരോഗ്യ പ്രവർത്തകർ എത്താതിരുന്നുവെന്നും ഒക്കെ അതും വലിയ തർക്കത്തിന് കാരണമായെന്നൊക്കെ ബിജ്ലി ഇന്നലെ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെന്നും ആരോപണം ഉന്നയിച്ച വയോധികയുടെ മകൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണെന്നും അവരുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും ഒക്കെ ബിജ്ലി പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കേട്ടു. ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗത്തോട് പറയിപ്പിക്കേണ്ട മണ്ടത്തരം താൻ കാട്ടില്ല എന്ന് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു. അവർ അനുഭവിച്ച ദുരിതത്തിൽ നിന്ന് സ്വാഭാവികമായി വന്ന പ്രതികരണമാണ് എന്നാണ് ബിജ്ലി പറഞ്ഞത്. ഒപ്പം ബിജ്ലി വേറെ കാര്യം കൂടി പറഞ്ഞു കേട്ടോ. അവർ പിണറായി വിജയനെ വിജയൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. CPM പ്രവർത്തകനായിരുന്നുവെങ്കിൽ സഖാവ് എന്ന് വിളിക്കുമായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അല്ലെ, ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇത്രയും പ്രായമുള്ള ആ അമ്മ ഒരു സഖാവായിരുന്നുവെങ്കിൽ വിജയൻ എന്നാകുമോ വിളിക്കുക? അല്ല, സഖാവ് അല്ലെങ്കിൽ സഖാവ് പിണറായി അല്ലെങ്കിൽ സഖാവ് വിജയൻ ഇതാകുമല്ലേ വിളിക്കുക? ഇങ്ങനെ തന്നെയാകും വിളിക്കുക. പക്ഷെ അമ്മ വിളിച്ചത് അങ്ങനെയാണോ? അല്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ദുരിതാശ്വാസത്തിനും ദുരന്ത ലഘൂകരണത്തിനും ചടുലമായി പ്രവർത്തിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ മരവിപ്പിലാണ്. LDF ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷം ഏത് ദുർഘട സാഹചര്യങ്ങളെയും ഉന്നതമായ മാനവിക ബോധത്തോടെയും സാഹസികമായും കൈകാര്യം ചെയ്ത സർക്കാർ ഏജൻസികൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടായ ഈ മാറ്റം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ജനങ്ങൾ. സ്വാഭാവികമായും ആ ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അത്തരത്തിൽ പല അമ്മമാരുടെയൊക്കെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമെന്നേ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചടുലമായി രംഗത്തിറങ്ങാതെ മുഖ്യമന്ത്രി VD സതീശൻ സ്വകാര്യ പരിപാടികളിൽ അഭിരമിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. സംസ്ഥാന തലത്തിലോ ജില്ലാ തലങ്ങളിലോ കാര്യക്ഷമമായ കൺട്രോൾ റൂമുകൾ തുറക്കുകയോ മന്ത്രിമാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള പരാതികൾ ഉയർന്നു കേൾക്കുകയാണ്. തീവ്ര മഴയുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കുന്നതിലും മുന്നറിയിപ്പ് നൽകുന്നതിലും അധികൃതർ പരാജയപ്പെട്ടതായിട്ടുള്ള പരാതികൾ ഉയർന്ന് നമ്മൾ കാണുകയാണ്. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലാകട്ടെ ജനങ്ങൾക്ക് അത്യാവശ്യമായതൊന്നും എത്തിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല, അവർ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. മരുന്നിനും ഭക്ഷണത്തിനും ഉൾപ്പെടെ ക്ഷാമമാണ്. വെള്ളവും വെളിച്ചവും ഇല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അന്തേവാസികൾ നരകതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. റവന്യൂ വകുപ്പിന്റെ പ്രതിനിധികൾക്ക് പോലും ദുരിതത്തിൽ നിന്ന് രക്ഷയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഉദ്യോഗസ്ഥർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഉന്നത തലത്തിൽ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും കോവളത്തും 4 മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെട്ട് കാണാതായിട്ടും പിന്നീട് രക്ഷാപ്രവർത്തനത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പ് യഥാസമയം നൽകാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രളയക്കെടുതി ഉണ്ടായതെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കില്ലേ? അങ്ങനെ പ്രതികരിക്കുമ്പോൾ U-turn അടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഏതെങ്കിലുമൊക്കെ സഖാവിനെ കണ്ടെത്തി ആ സഖാവിനെ ഇങ്ങനെ ആ വിഷയത്തിലേക്ക് വലിച്ചഴച്ചിട്ട് എല്ലാം അയാളുടെ തലയിൽ വെച്ച് കെട്ടി ഒരു പാവത്തിനെ എന്താക്കണം? അതായത് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലണം. അതാണ് നമ്മുടെ ഈ കോൺഗ്രസ്സുകാർ നടത്തിയത്. അതിവിടെ പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും
എല്ലാ കാലത്തും ഇങ്ങനെ മൂടി വെക്കാൻ കഴിയില്ലല്ലോ സത്യത്തെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.